എപ്പിസോഡിന്റെ തുടക്കത്തിൽ അക്വന്റൻസ് പാർട്ടി നടക്കുന്നതിന്റെ ഇടയിൽ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരുന്ന ഡേവ് പെട്ടെന്ന് അസ്വസ്ഥതയെ കാണിച്ച് താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ടെൻഷനായ ഫ്രണ്ട്സ് എല്ലാവരും നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഡേവ് കുടിച്ച സെയിം ഡ്രിങ്ക്സ് സെയിനും കുടിച്ചല്ലോ എന്നൊരു ചിന്ത അവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സെയിൻ എവിടെയാണെന്ന് അന്വേഷിച്ച് മാറ്റ് പോകുന്നുണ്ട്. അങ്ങനെ മാറ്റ് ഒരുപാട് അന്വേഷിക്കുമ്പോഴത്തേക്കും സെയിനെ കണ്ടുപിടിക്കാനേ പറ്റുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയം കൊണ്ട് തന്നെ സെയിനിന്റെ ബോധം പോയിട്ട് അവൾ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറ്റ് ഓടിച്ചെന്ന് സെയിനെ എഴുന്നേൽപ്പിക്കാനേ നോക്കുന്നുണ്ട്. ഇതേ സമയം ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാഡം വയലറ്റ് കാണുന്നുണ്ടായിരുന്നു. അവർ സ്റ്റേജിൽ കയറിയിട്ട് ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് ബോധേടാവണ്ട, നിങ്ങൾ പാർട്ടി കണ്ടിന്യൂ ചെയ്യും, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം പാർട്ടി മുടങ്ങണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുമാതിരി മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്കും വെനേസയാണെങ്കിൽ ഇവർ എന്ത് സ്ത്രീയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം മറ്റൊരു പെൺകുട്ടി മാസ്കും വെച്ച് വന്നിട്ടോ ഇപ്പോഴേ ചോരയൊക്കെ വീണു തുടങ്ങിയോ എന്നിങ്ങനെ ചോദിച്ച് കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടും പോകുന്നുണ്ട്. അതിനുശേഷം ഡേവിനെയും സെയിനെയും കൂടെ ആയിട്ട് നേരെ അവരുടെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നേഴ്സ് ചെക്ക് ചെയ്തതിനു ശേഷം പറയുന്നുണ്ട് അവരുടെ ഉള്ളിൽ ടോക്സിൻ ഭയങ്കര അധികമായിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. ഡേവ് കുഴപ്പമില്ലാതെ സ്റ്റേബിളായിട്ട് തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ എപ്പോൾ വേണം അവൻ്റെ ബോധം തിരിച്ചു വരാം. എന്നാൽ ആ ഒരു ടോക്സിൻ സെയിനിൻ്റെ ബോഡിയിൽ റിയാക്ട് ചെയ്തത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ സെയിനിന് എന്താ സംഭവിക്കുന്നത്, അവൾ എപ്പോൾ എണീക്കും, അവൾ ഇനി എണീക്കുമെന്ന് പോലും തനിക്ക് യാതൊരു ഉറപ്പില്ല എന്നും നേഴ്സ് പറയുന്നുണ്ട്. ആ സമയം ഓക്കെ ഇനിയിപ്പോൾ ഡോക്ടർ എപ്പോഴാണ് വരാൻ പോകുന്നതെന്ന് ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ ഡോക്ടർ കുറച്ച് ബിസിയാണ്, ഉടനെ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രക്ഷിക്കാനായിട്ട് നിങ്ങളൊന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ലേ എന്ന് ജെറോം ചോദിക്കുന്ന സമയത്ത് ആ ഒരു നേഴ്സ് ഒരു മറുപടിയും കൊടുക്കാതെ പോകുന്നുണ്ട്. മാറ്റിനും ജെറോമിനും വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് ഇതെന്ത് സ്ഥലമാണ്, ഇവരൊക്കെ മരിക്കാനാണ് നിങ്ങൾ വിടാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം യൂണിവേഴ്സിറ്റിയുടെ കോറിഡോർ വഴിയൊക്കെ ഏതോ ഒരു പെൺകുട്ടി ഇങ്ങനെ ഓടി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മുഖമൊന്നും തന്നെ കാണിക്കുന്നില്ല. വീണ്ടും മാറ്റിനെയും ജെറോമിനെയൊക്കെ കാണിക്കുമ്പോൾ സെയിനെയും ഡേവിനെയും നോക്കിയിട്ട് അവർ ഓക്കെ ആയിരിക്കും, അവരെപ്പോൾ എഴുന്നേക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വെനേസ ഇപ്പോൾ ടെൻഷനാവേ വേണ്ട, സെയിനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ എഴുന്നേറ്റിരിക്കും, അവൾ സ്ട്രോങ് ആണെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇതേ നേരം കൊണ്ട് നേരത്തെ കാണിച്ച ഒരു പെൺകുട്ടി നേരെ ഇവരുള്ള ഒരു മെഡിക്കൽ റൂമിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ എന്തോ ഒരു ഫോർമുല പോലത്തെ സംഭവം ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ഒരു ഫോർമുല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ബാക്ക് സ്റ്റോറിയിലുള്ള അതേ ഫോർമുല ആവാൻ ചാൻസ് ഉണ്ട്. മരിച്ചു പോകുന്നവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഡോക്ടർ കിസോൺ കണ്ടുപിടിച്ച അതേ സെയിം ഫോർമുല മേ ബി അതായിരിക്കും ആ ഒരു പെൺകുട്ടി ഇപ്പോൾ കൊണ്ടുവരുന്നത്. എന്തായാലും വീണ്ടും മാറ്റിനെ കാണിക്കുമ്പോൾ ഇവരെ ടെൻഷനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, നോക്കി നിന്നാൽ പോരല്ലോ എന്ന് പറയുന്ന സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടി ഈ ഫോർമുല ഇവർ നിൽക്കുന്ന റൂമിൻ്റെ ജനൽ വഴി എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. മാറ്റത് എടുത്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സെയിനെയും ഡേവിനെയും കൊണ്ട് കുടിപ്പിക്കണം എന്ന് അവർ ഓക്കെ ആകുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ വെനേസ ചോദിക്കുന്നുണ്ട് വേണോ, ഇവിടെ ഉള്ള ഒരാളെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇനി ഇത് കൊടുത്തിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും പറ്റിപ്പോയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മാറ്റാണെങ്കിൽ നമുക്ക് വേറെ ചോയ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ട്രൈ ചെയ്ത് നോക്കുന്നതല്ലേ ബെറ്റർ എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് ജെറോം അത് കറക്റ്റാണ്, നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പേടിച്ചിട്ടായാലും രണ്ടും കൽപ്പിച്ച് ജെറോം ഫസ്റ്റ് ഡേവിന് അത് കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റ് ആ ഒരു ബോട്ടിൽ വാങ്ങിച്ച് സെയിനും കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ഡേവ് എഴുന്നേൽക്കുന്നുണ്ട്. സെയിനെ നോക്കുമ്പോൾ അവൾ ഇപ്പോഴും ബോധമില്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇവർ ടെൻഷൻ ആവുന്നുണ്ട്, അയ്യോ ഇവക്കിനി എന്തെങ്കിലും പറ്റിപ്പോവോ, അവർക്ക് മാത്രം എന്തെങ്കിലും വർക്കാവാത്തതെന്നൊക്കെ. അതേസമയം ഇവർക്ക് ആ ഒരു ഫോർമുല എറിഞ്ഞു കൊടുത്ത അതേ സെയിം പെൺകുട്ടി ആ ഒരു മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. സെയിന് ആ ഒരു ഫോർമുല വർക്കാവാത്തതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ആ ഒരു പെൺകുട്ടി കത്തി ഉപയോഗിച്ച് സെയിനിൻ്റെ നെഞ്ചിൽ ചെറിയൊരു മുറിവ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വീണ്ടും ഒരു മരുന്ന് കൊടുക്കാനേ ആവശ്യപ്പെടുന്നുണ്ട്. ഇവരപ്പോൾ നീ എന്തായി ചെയ്യുന്നതെന്നൊക്കെ ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയം വീണ്ടും അവർ മരുന്ന് കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ആ സമയം പെൺകുട്ടി പറയുന്നുണ്ട് ആദ്യം സെയിനിൽ ഇത് വർക്കാവാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്, ഇനി എന്തായാലും വർക്കാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സെയിൻ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സെയിനിന് കുടിക്കാനായിട്ട് ഇവർ വെള്ളം എല്ലാം തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ വെനേസ അല്ല ആ ഒരു പെൺകുട്ടി എവിടെ, അവൾ ആരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ എയ്സിനെ കാണിക്കുകയാണെങ്കിൽ എയ്സ് ആ ഒരു പാർട്ടിയിൽ നിന്ന് പോകാനേ നിൽക്കുകയാണ്. എന്നാട്ടവന് മാഡം വയലറ്റ് വന്നിട്ട് അല്ല നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ പാർട്ടിയിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അത്ര ഗുണമുള്ള സംഭവം നല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മാഡം വയലറ്റ് കുറച്ച് മുന്നേ മൈക്കിൽ എന്തോ പറയുന്ന കേട്ടല്ലോ, എന്താ സംഭവം ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, ഒന്ന് രണ്ട് പിള്ളേർ ബോധം കെട്ട് വീണതാണ്, ഒരുപക്ഷെ കൂടുതൽ ഡ്രിങ്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, അത് പാർട്ടീനെ അഫക്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ പറഞ്ഞതായിരുന്നു. പിന്നെ ഇന്നിവിടെ ബ്ലഡി നൈറ്റൊന്നും ഇല്ലല്ലോ, അത് കണ്ടിട്ട് പോലും നിനക്ക് യാതൊരു സന്തോഷം തോന്നില്ല, ആരും അറ്റാക്ക് ചെയ്യുന്നില്ല, പിന്നെ നീ സുപ്രീമോ അല്ലേ, നീ ഇവിടെ തന്നെ നിൽക്കുന്നു, എല്ലാവരും കറക്റ്റായിട്ട് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവൻ തിരിച്ച് മാഡം വയലറ്റിനോട് ചോദിക്കുന്നുണ്ട് അതിന് ഈ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും നല്ലതായിട്ട് നടക്കുന്നുണ്ടോ, പിന്നെ ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ ഇവിടുത്തെ സുപ്രീമോ ആയിരിക്കാം, പക്ഷേ ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ് ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേക്ക് തന്നെ വേണം, നീ പോകണ്ടെന്ന് പറയുമ്പോൾ എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മൈൻഡ് പോലും കൊടുക്കാതെ എയ്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ ക്ലാസ്സിലേക്ക് സെയിനും ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിൽ സെയിനോടും ഡേവിനോടും അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിയും കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ എന്നൊക്കെ ഇത് ചോദിക്കുമ്പോൾ ഡേവാണെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഇപ്പോൾ എൻ്റെ മുന്നിൽ ആരും കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അടിച്ച് വീഴ്ത്തിക്കളയും, ഞാൻ ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് വീണ് പോയി എന്ന് എഴുതിയിട്ട് ഞാൻ പവർഫുള്ളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. സെയിനും അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നിട്ട് അല്ല ശരിക്കും എന്നെ ഇവനെ രക്ഷിച്ച ആ ഒരു പെൺകുട്ടി ആരായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
എന്നാൽ ജെറോം വല്ല മന്ത്രവാദിനി ആണെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോൾ നീ എന്താണ് അതിൻ്റെ ഗെയിമിലുള്ള ക്യാരക്ടേഴ്സിനെല്ലാം റിയൽ ലൈഫിൽ കൊണ്ടുവന്ന് തുടങ്ങിയോ എന്നൊക്കെ വെനേസ ചോദിച്ചിട്ട് അവർ തമാശയും പറഞ്ഞിരിക്കുന്നുണ്ട്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് പ്രൊഫസർ വരുന്നുണ്ട്. ആ ഒരു ക്ലാസ് സെയിനിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് പോവാണ്, നമുക്ക് പിന്നെ കാണുമെന്നും പറഞ്ഞ് ബായ് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാവരും മുഖം വല്ലാണ്ടിരിക്കുന്ന കാണുമ്പോൾ പ്രൊഫസർ ചോദിക്കുന്നുണ്ട്, അല്ല എന്തുപറ്റി ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് എന്താ എൻ്റെ ക്ലാസ് ബോറാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല മറ്റൊരു കാര്യം ഇൻഫോം ചെയ്യാനുണ്ട്, നിക്കിയാണെങ്കിൽ എൻ്റെ ഈ ക്ലാസ്സിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ബാക്കി പിള്ളേരെല്ലാവരും തന്നെ മിണ്ടായിരിക്കുമ്പോൾ സാറ് സത്യം പറയാം എൻ്റെ ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണെന്ന് ചോദിക്കുമ്പോൾ ഒരു പയ്യനാണെങ്കിൽ ചെറുതായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സെയിനിൻ്റെ കൂടെ ഈ ഒരു ക്ലാസ്സിൽ സെലിനും ഉണ്ടായിരുന്നു. സെയിനിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സെലിനും ഇരിക്കുന്നുണ്ടായിരുന്നത്. സാറ് പഠിപ്പിച്ച് തുടങ്ങുമ്പോഴത്തേക്കും സെലിനാണെങ്കിൽ സെയിനോട് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്, നീയാണെങ്കിൽ ഭയങ്കര ഇന്നസെൻ്റ് ആണ്, നീ ഒന്ന് ചുറ്റും നോക്കി നോക്ക്, ശരിക്കുള്ള ശത്രു ആരാണ് നിനക്ക് കാണാൻ പറ്റുമെന്ന്. എന്നാൽ സെലിൻ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് സെയിന് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നീ എന്തേ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഭയങ്കര ഇന്നസെൻ്റ് ആണല്ലോ, നിനക്കാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുന്നേ തന്നെ നിൻ്റെ ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്നവർ നിന്റെ ശത്രുക്കളായി മാറും. എല്ലാവരും ഒരു അവസരം വരുമ്പോഴത്തേക്കും സ്വയം രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ, മറ്റുള്ള രക്ഷിക്കുന്നതിനേക്കാളും. അതുകൊണ്ട് തന്നെ നീ ശ്രദ്ധിച്ചും കണ്ടിരുന്നോണം. കാരണം മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ കത്തിയും പിടിച്ച് നിന്റെ മുന്നിൽ ഒരാളുണ്ടായിരിക്കും. അങ്ങനെ ഒരാളുണ്ട് എന്ന് നീ മനസ്സിലാക്കുന്ന നേരം കൊണ്ട് തന്നെ അയാൾ നിന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചും കണ്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. സെയിനപ്പോൾ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സെലിനപ്പോൾ നിനക്ക് ഓൾറെഡി ഇവിടുത്തെ റാങ്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, ടോപ്പ് 10 കയറി പറ്റണം എന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ സെയിനാണെങ്കിൽ എനിക്കതൊന്നും താല്പര്യമില്ല, എനിക്കിത് വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം സെലിൻ ടോപ്പ് 10 കയറി പറ്റി കഴിഞ്ഞാൽ വേറെ ആർക്കും കിട്ടാത്ത പ്രിവിലേജാണ് കിട്ടാൻ പോകുന്നത്, നിന്റെ ജീവൻ വരെ നിനക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അവസരം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീയാണ് ഇതിൻ്റെ ഫ്രണ്ട്സിനെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു അവസരം നീ എടുക്കത്തില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സെയിനാണെങ്കിൽ ഇവളീ പറയുന്നതെല്ലാം കേട്ട് ഭയങ്കര ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അവനൊരു മറുപടി എടുക്കാൻ നിൽക്കുന്നില്ല. അവളുടെ ബുക്കെല്ലാം എടുത്ത് ബാഗിൽ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് പൊക്കോട്ടെ സാറെന്ന് ചോദിച്ച് അവൾ ആ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഹാളിൽ കൂടെ നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ തട്ടി ഇങ്ങനെ വീഴുന്നുണ്ട്. ആ ഒരു പെൺകുട്ടി ഭയങ്കര അബ്നോർമലായിട്ടായിരുന്നു പെരുമാറുന്നുണ്ടായിരുന്നത്. ഏതാ ഒരു പെൺകുട്ടി ഒരു ഐഡിയ ഇല്ല, അവളിങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല, ബട്ട് ഭയങ്കര അബ്നോർമലായിട്ടാണ് പെരുമാറുന്നത്. കാര്യം എന്തോ മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ സെയിനാണെങ്കിൽ എന്തോ മിസ് ഹെൽപ്പ് വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടി ഒന്നും പറയാതെ സ്റ്റെയർകേഴ്സ് വഴി കയറി പോകുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് മനസ്സിലായിട്ട് സെയിൻ പുറകെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് മാറ്റും ജെറോമും ഡേവും കൂടെ ആയിട്ട് ഓരോന്ന് പറഞ്ഞു വരുമായിരുന്നു. സെയിൻ ഇങ്ങനെ ഓടിപ്പോകുന്ന കാണുമ്പോഴത്തേക്കും എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് മനസ്സിലായിട്ട് അവളുടെ പുറകെ അവരും പോകുന്നുണ്ട്. സെയിൻ നേരെ വാഷ്റൂം ഏരിയയിലേക്കോട്ടാണ് പോകുന്നത്. ചെല്ലുമ്പോൾ ആ ഒരു പെൺകുട്ടീനെ കാണുന്നില്ല. എന്നാൽ അവിടെ ഉള്ളതിൽ ഏതെങ്കിലും ബാത്റൂമിൻ്റെ അതൊരു പെൺകുട്ടി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാനാണ് വന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സെയിൻ ഓരോരോ ബാത്റൂമായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അകത്ത് ഒരു പെൺകുട്ടീനെ കാണുന്നില്ല. അങ്ങനെ ലാസ്റ്റുള്ള ബാത്റൂം ഓപ്പൺ ചെയ്യുമ്പോഴാണ് സെയിൻ പെട്ടെന്ന് ഷോക്കായി പോകുന്നത്. കാരണം ആ ഒരു പെൺകുട്ടി അതിനകത്ത് മരിച്ചിരിക്കുകയാണ്. അതും കുറച്ചൊക്കെ ഒരു ബ്രൂട്ടലായിട്ടുള്ള രീതി തന്നെയാണ്. അത് കാണുമ്പോൾ സെയിൻ വല്ലാണ്ടായി പോകുന്നുണ്ട്. അവൾ പേടിച്ചിട്ട് അല്ലറി വിളിക്കുന്നുണ്ട്. സൗണ്ട് ആയിട്ട് അവളുടെ പുറകെ വന്ന മാറ്റെല്ലാം തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. കണ്ട് അവരും ഞെട്ടിപ്പോകുന്നുണ്ട്. മറ്റു ഫ്രണ്ട്സും കയറി വന്നിട്ട് എല്ലാവരും മൊത്തത്തിൽ ഷോക്കാവാണ്. ആ സമയമാണ് പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് മാഡം വരട്ടല്ല, മറ്റൊരു പ്രിൻസിപ്പൾ ലേഡി ഉണ്ട്, അവരാണ്. അവർ വന്ന് എല്ലാവരോടും ദേഷ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ പോകാനേ പറയുന്നുണ്ട് ക്ലാസ്സിലേക്ക്. എന്നിട്ട് സെയിനോട് തന്നോട് ഓഫീസിലേക്ക് വരാനും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ മാറ്റ് അതിന് സെയിനല്ല ഇത് ചെയ്തത്, സെയിൻ വന്നപ്പോൾ ആ ഒരു പെൺകുട്ടി മരിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ സെയിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കാനല്ല, എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെയിനെ വിളിക്കുന്നതെന്ന് ആ ഒരു പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. അങ്ങനെ സെയിൻ ഓക്കെ ഞാൻ വരാമെന്ന് പറയുമ്പോൾ മാറ്റ് ഞാനും കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ സെയിൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ബാഗ് മാറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പ്രിൻസിപ്പളിൻ്റെ കൂടെ പോകുന്നുണ്ട്. പ്രിൻസിപ്പൾ നേരെ സെയിനെ കൊണ്ടുവന്നത് സുപ്രീമയുടെ ഓഫീസിലേക്കാണ്. അവിടെയാണെങ്കിൽ എയ്സും ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൾ വന്നിട്ട് ഞാൻ അവളെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴത്തേക്കും എയ്സ് എന്തുകൊണ്ടാണ് താമസിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേസമയം പ്രിൻസിപ്പൾ ഭയങ്കര പാവത്തോടെ അവനോട് സംസാരിക്കുന്നത് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും സെയിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടല്ലോ പ്രിൻസിപ്പൾ എന്തിനാണ് ഇവനെ ഇങ്ങനെ പേടിക്കുന്നതെന്ന്. അതേസമയം തന്നെ പ്രിൻസിപ്പൾ സെയിനോട് അവിടെ കസേരയിൽ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സെയിൻ ഇരുന്ന് കഴിയുന്നതും എയ്സ് ആണെങ്കിൽ പ്രിൻസിപ്പളിനോട് പോകാനേ പറയുന്നുണ്ട്. അവർ പോയി കഴിയുന്നതും സെയിൻ പറയുന്നുണ്ട്, ഇപ്പോൾ ആ ഒരു പെൺകുട്ടി മരിച്ചതും ഞാനും തമ്മിൽ യാതൊരു ബന്ധമില്ല, അതിനെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് വിളിച്ചെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. എയ്സ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വിളിച്ചത്, നിന്നെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ സെക്രട്ടറി ആവുന്ന കാര്യത്തിനെക്കുറിച്ചാണെന്ന് പറയുമ്പോൾ സെയിനാണെങ്കിൽ ഞാൻ ഓൾറെഡി അതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞതല്ലേ എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നിനക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു അവസരം തന്നതല്ല, ഞാൻ എൻ്റെ തീരുമാനം അറിയിച്ചതാണ്, നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് താല്പര്യമില്ല, എനിക്കത് വേണ്ടാന്ന് തന്നെ അവൾ പിന്നെയും പറയുന്നുണ്ട്. അങ്ങനെ എയ്സ് എഴുന്നേറ്റ് സെയിനിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നിനക്ക് ആ ഒരു പൊസിഷൻ കിട്ടിയാൽ എന്തുമാത്രം ബെനിഫിറ്റ്സ് ആണ് കിട്ടാൻ പോകുന്നത് നിനക്കറിയാവോ, പലരും അറിയാത്ത പല കാര്യങ്ങളും നിനക്ക് അറിയാനായിട്ട് പറ്റും, ഇവിടെ നടക്കുന്ന എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല നിനക്ക് നിൻ്റേതായ രീതിയിൽ പല കാര്യങ്ങളിലും കുറേ കൺട്രോൾ കിട്ടും. അത് കാരണം പലരും നിന്നെ പേടിക്കും. എന്തേ നല്ലൊരു കാര്യമില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സെയിന് അല്ലെങ്കിൽ ഇവിടുത്തെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ താൻ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നും കൂടെ കേൾക്കുമ്പോൾ നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കാമെന്ന് അവൾ പറയുന്നുണ്ട്. എയ്സ് ആ ടൈമിന് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഇന്നലെ രാത്രി നടന്ന ഇൻസിഡൻ്റ് ഒക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി ഒരുപാട് ഇൻസിഡൻറ്റ്സ് അതിനുണ്ടായല്ലോ, അതിൽ ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എയ്സ് അതിന് ഒരു മറുപടി കൊടുക്കുന്നതിന് മുന്നേ തന്നെ സെയിനാണെങ്കിൽ മറ്റൊന്നുമില്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ എയ്സ് നിനക്ക് ആ ഒരു ടോക്സിൻ തന്നത് ആരാണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. സെയിനും അത് ആരാണ് ചെറിയ സംശയം ഉണ്ടായിരുന്നു. സെയിനും സംശയമുള്ള കാര്യം എയ്സിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവളോട് പറയുന്നുണ്ട്, നിനക്ക് സംശയമുള്ളത് എന്താണോ അതിനെ നീ വിശ്വസിക്കുക,
കാരണം നീ സംശയിക്കുന്ന ആൾ തന്നെയാണ് അത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. സെയിൻ അതിന് ശേഷം എയ്സിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ അല്ലെങ്കിൽ തന്നെ ഇവിടെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അതിൻ്റെ ഇടയിലാണ് ഇവൻ കൂടെ എന്നെ പിടിച്ചേർത്തി ഓരോന്ന് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്, ചുമ്മാ എന്നെ കഷ്ടപ്പെടുത്താനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ വരുന്ന സമയത്ത് അവൾക്ക് തൊട്ട് മുന്നുണ്ടായിരുന്ന ക്ലാസ്സിലെ പ്രൊഫസർ അവളോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. എന്നാൽ അവൾ പറയുന്നുണ്ട്, സാർ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കാണാനിട്ട് ടെൻഷനായിരിക്കുമായിരിക്കും, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തില്ല, ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യ കാര്യമാണ്, സംസാരിച്ചേ പറ്റത്തുള്ളൂ, ഇപ്പം കഴിയും, എൻ്റെ കൂടെ ഒന്ന് വരാനേ പറഞ്ഞിട്ട് പ്രൊഫസർ അവളെ നേരെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഓൾറെഡി കഴിക്കാനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രൊഫസർ പറയുന്നുണ്ട്, ആക്ച്വലി ഞാനൊരു ഡിറ്റക്റ്റീവാണ്, ഞാനാണെങ്കിൽ ഇവിടെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി നടക്കുന്ന കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് മാത്രമല്ല ഒരു സീക്രട്ട് ഏജൻറ്റ് കൂടെയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കേണ്ട സിറ്റുവേഷനാണ് ആയിരിക്കുന്നത്. എന്നാൽ ഞാനിവിടെ വന്നിട്ട് ഒരു മാസത്തോളമായി, ഒരു മാസമായിട്ടും എനിക്കാണെങ്കിൽ യാതൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല, ഞാനത് ലിമിറ്റ് വരെ റീച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സോ എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ സെയിം തിരിച്ച് ഞാനെങ്ങനെ ഹെൽപ്പ് ചെയ്യാനാണ്, ഞാൻ ജസ്റ്റ് ഒരു സാധാരണ സ്റ്റുഡൻറ്റ് മാത്രമല്ല, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ നീയാണെങ്കിൽ എയ്സിൻ്റെ ആ ഒരു ഓഫർ സ്വീകരിക്കണം, നീ ഇവിടുത്തെ സെക്രട്ടറി ആവണം, എങ്കിൽ നിനക്ക് പല കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും, നിനക്ക് പല ഇൻഫർമേഷനും ആക്സസ് കിട്ടും, അത് മാത്രമല്ല ഇവിടുത്തെ ലാബിൻ്റെ നിനക്ക് ലൊക്കേഷനും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സെയിൻ അപ്പോൾ എന്ത് ലാബ് എന്ന രീതി ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു സീക്രട്ട് ലാബ് ഉണ്ട്, നിനക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ, ഡോക്ടർ കിസോൺ മരണമില്ലാതിരിക്കാനായിട്ടുള്ള ആ ഒരു ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങിയത്. എന്നാൽ ആ ഒരു ഫോർമുല അയാൾക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ തന്നെ ആ ഒരു ഫോർമുല തട്ടിയെടുക്കാനായിട്ട് കുറച്ച് പേര് ഇയാളെ കൊന്നു കളഞ്ഞു. ഇയാൾ മരിച്ചു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ആക്ച്വലി അയാളെ കൊന്നതായിരുന്നു. എന്നിട്ട് അയാളുടെ നിന്ന് ആ ഒരു ഫോർമുല തട്ടിയെടുത്തു. അയാൾ ആ ഒരു ഫോർമുല ഒരിടത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആക്ച്വലി ആ ഒരു ഫോർമുല മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ കിസോൺ മരിക്കുന്നതിന് മുന്നേ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ തന്നെയുള്ള ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റുഡൻറ്റ് ആരാണെന്ന് ആർക്കും അറിയത്തില്ല. ആ ഒരു സ്റ്റുഡൻറ്റിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. അത് മാത്രമല്ല ആ ഒരു ഇൻഗ്രീഡിയൻറ്റിന് പകരം മറ്റെന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു ഫോർമുല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള ലാബിൽ നടക്കുന്നത്. സോ ആ ഒരു ലാബ് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, കാരണം വൈകി കഴിഞ്ഞാൽ പ്രശ്നമാവും, അതുകൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സെയിൻ അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ എനിക്ക് നിങ്ങളെ മൊത്തത്തിൽ വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല, അതിൻ്റെ കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അവൾ നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും വെനേസ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളങ്ങനെ വെനേസിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും സെയിൻ ക്ലാസ്സിലില്ലാത്ത സമയത്ത് ക്ലാസ്സിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെനേസ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിനോട് ചോദിക്കുന്നില്ല, നീ ഇത്രയും നേരം എവിടെയായിരുന്നു, അവർ തന്നെ വല്ലതും ചെയ്തോ, ഉപദ്രവിക്കുമല്ലോ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലല്ല അങ്ങനെയൊന്നുമില്ല എന്ന് സെയിൻ പറയുന്നുണ്ട്. അതിനുശേഷം സെയിൻ നേരെ ലൈബ്രറിയിലോട്ട് ചെല്ലുന്നുണ്ട്. ആ ഒരു സീക്രട്ട് ലാബിനെ പറ്റി എന്തെങ്കിലും അവിടെയുള്ള ബുക്സിലൊക്കെ ഉണ്ടോ എന്നറിയാനായിട്ട്. എന്നാൽ ആ കോളേജ് ക്രിയേറ്റ് ചെയ്തതും അതിൻ്റെ ഫൗണ്ടറും അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ ആ ഒരു ബുക്കിൻ്റെ അകത്തൊക്കെ ഉള്ളൂ. അപ്പോൾ അവളിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ആ ഒരു ലാബ് സീക്രട്ട് എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഇല്ലല്ലോ, ഞാൻ എന്തായിരുന്നു ആലോചിക്കാത്തതെന്ന്. അങ്ങനെ സെയിൻ സ്വയം ഓരോന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറ്റും. അല്ല എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സെയിൻ ഇവിടുന്ന് പുറത്തിറങ്ങാൻ വല്ല വഴിയുണ്ടോയെന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കണ്ടുപിടിക്കുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സെയിനാണെങ്കിൽ അത് ശരിയാണെന്ന് പറയുന്നുണ്ട്. മാറ്റപ്പോൾ എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. സെയിൻ അപ്പോൾ നീ എപ്പോഴും എൻ്റെയും ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, അതിന് താങ്ക് യു എന്ന് പറയുമ്പോൾ എന്തുണ്ടെങ്കിലും നീ ഒരു കാര്യം മാത്രം മറക്കണ്ട, നിനക്ക് എന്തും എന്നോട് ഷെയർ ചെയ്യാം, ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നിട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മാറ്റ് സെയിനിൻ്റെ കയ്യിൽ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് അവരിയ്ക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള ഷെൽഫിൽ നിന്ന് കുറേ ബുക്സ് എല്ലാം താഴേക്ക് വന്ന് വീഴാണ്. ഇവർക്ക് രണ്ടുപേർക്കും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ആക്ച്വലി എയ്സ് അതിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ സംസാരം കേട്ടിട്ട് എയ്സ് തന്നെ മനഃപൂർവ്വം തട്ടിയിട്ടിട്ട് പോയതായിരുന്നു. അതിനുശേഷം അന്ന് നൈറ്റ് 7 മണിയാകുമ്പോൾ തന്നെ ബ്ലഡി നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാറിനെല്ലാം തന്നെ മുഴങ്ങുന്നുണ്ട്. ഭയങ്കരമായിട്ട് എപ്പോഴത്തേക്കാളും ഭയങ്കര ബ്രൂട്ടലായിട്ടായിരുന്നു അന്നത്തെ ഒരു ദിവസം ഭയങ്കരമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നത്. സെയിനും ഫ്രണ്ട്സും നേരത്തെ തന്നെ അവർ റൂമിൻ്റെ അകത്ത് കയറിയിട്ട് എല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരാണെങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും ഇടപെടാതെ ആ ഒരു റൂമിൻ്റെ അകത്ത് ഭയങ്കര കാമായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. മിയ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. വെനേസ ആണെങ്കിൽ അവളുടെ മുടിയെല്ലാം ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ സെയിനാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. കാരണം അവളടുത്ത് ആദ്യം എയ്സ് പറഞ്ഞത് തന്നെ സെക്രട്ടറി ആവാനായിട്ട്. സോ അതാവണോ വേണ്ടെന്ന് അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അതായിക്കഴിഞ്ഞാൽ അവൾക്ക് കിട്ടാവുന്ന പവറിൻ്റെ കാര്യത്തിൽ അവൾ ആലോചിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെ പ്രൊഫസറായിട്ട് നിൽക്കുന്ന സീക്രട്ട് ഏജൻ്റായിട്ടുള്ള അയാൾ ഹെൽപ്പ് ചോദിച്ചതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അയാളെ ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ആരെയെ വിശ്വസിക്കുക, ഇതിൽ ആരെ സത്യം പറയുന്ന, കറക്റ്റായിട്ടൊരു ഓപ്ഷൻ എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ഞാനാണെങ്കിൽ പവർ ചൂസ് ചെയ്യണോ, ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യണോ, അത് എല്ലാവരും സേഫ്റ്റിക്കും വർക്ക് ചെയ്യണോ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ അവളിങ്ങനെ സ്വയം ഇങ്ങനെ മൈൻഡിൽ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇവർ കോളേജിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കോളേജിൻ്റെ ഹാളിൽ മൊത്തം ഭയങ്കരമായിട്ട് ബ്ലഡൊക്കെ ആയി കിടക്കുന്നതാണ്. അതെല്ലാം തന്നെ ഒന്നും സംഭവിക്കാത്ത പോലെയൊക്കെ സ്റ്റാഫ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അവിടെ കൂടെ നടക്കുന്ന പിള്ളേർക്കൊന്നും പ്രശ്നമില്ല. ഇന്ന് ഇത് കാണുമ്പോൾ ഇവർക്ക് വല്ലാണ്ട് ഇങ്ങനെ ആവുന്നുണ്ട്. ബ്ലഡിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കും
ഇവർ ഇത്രയും പേര് വല്ലാണ്ടാവുന്നുണ്ട്, എന്നാൽ മറ്റാർക്കും റിയാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇവിടെ എപ്പോഴും ഉള്ളതാണെന്നൊക്കെ വനീസ ചോദിക്കുന്നുണ്ട്. ആ സമയമാണ് സെയിൻ ഒരു കാര്യം ചിന്തിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാമെന്നും പറഞ്ഞ് അവൾ നേരെ എയ്സിൻ്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. സെക്രട്ടറി ആവാന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇടേണ്ട യൂണിഫോം അവനെടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് ഇപ്പം തന്നെ ഇടണമെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ സെയിൻ അത് വാങ്ങിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്ന നിൽക്കുന്ന സമയത്ത് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം റെസ്റ്റ് റൂമിലോട്ട് പോകാണെന്ന് പറയുമ്പോൾ വേണ്ട, ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യാനായി പറയുന്നുണ്ട്. സെയിൻ അപ്പോൾ നിൻ്റെ മുന്നേ നിന്ന് ഞാൻ ചേഞ്ച് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്തോ പറ്റി, താല്പര്യം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. സെയിൻ അത് നിൻ്റെ സ്വപ്നത്തിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് എയ്സിനോട് തിരിച്ച് പറയുന്നുണ്ട്. എയ്സ് അപ്പോൾ ഡോറിൻ്റെ അങ്ങോട്ടേക്ക് ചെന്ന് നിന്നിട്ട് ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം, നീ പോയി ചേഞ്ച് ചെയ്യാനായി പറയുന്നുണ്ട്. സെയിൻ അപ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവ ശരിക്കും ഒരു വൃത്തിയിട്ടവൻ തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് ഇന്ന് ഭയങ്കര ഒരു ജെന്റിൽമാൻ ആണല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് അവൻ്റെ അടുത്തൂടെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതേ സമയം സെയിനിൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കുകയാണെങ്കിൽ അവരെല്ലാവരും സെയിൻ വരുന്നേ വെയിറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെയുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയം ഓരോരുത്തരായിട്ട് സെയിൻ ആ ഒരു സെക്രട്ടറിയുടെ പൊസിഷൻ എടുക്കോ ഇല്ലേ എന്നിങ്ങനെ അവർക്ക് തോന്നുന്നത് എന്താണോ അത് പറയുന്നുണ്ട്. എല്ലാവർക്കും അവളത് എടുക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. സോ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അവൾക്ക് അവിടെ നിന്ന് തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അത് നമ്മളെല്ലാം തന്നെ സേവ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും എന്നും പറയുന്നുണ്ട്. എന്നാൽ അതേ ടൈമിൽ തന്നെ ഡേവ് തന്നെയാണ് ഈ കാര്യം പറഞ്ഞത് എന്ന് അവൻ തന്നെ വീണ്ടും പറയുന്നുണ്ട്. അതായത് ഒരു പക്ഷേ അവൾ നമ്മുടെ ശത്രു ആവാനും ചാൻസ് ഉണ്ട്. കാരണം പവർ കിട്ടിക്കഴിഞ്ഞാൽ ആരും ചേഞ്ച് ആവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ മാറ്റ് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. വെനേസ അപ്പോൾ അവൾ ആദ്യം അങ്ങനെ ആവുകയാണെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം. പിന്നെ അവൾ സെക്രട്ടറി ആയാലും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ മാറ്റ് അത് ശരിയാണ്, ആദ്യം അവളെ മറുപടി നോക്കിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചിന്തിക്കാമെന്ന് പറയുന്നുണ്ട്. അതേസമയം സെയിനെ കാണിക്കുമ്പോൾ എയ്സ് വെയിറ്റ് ചെയ്യുന്ന ടൈമിന് സെയിൻ പോയിട്ട് അവളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. എയ്സ് അവളെ മൊത്തത്തിലൊന്ന് നോക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു ബാഡ്ജ് നോക്കുന്നുണ്ട്. എന്നിട്ട് നിനക്ക് സ്യൂട്ട് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വീണ്ടും മാറ്റിനെയൊക്കെ കാണിക്കുമ്പോൾ മാറ്റ് വല്ലാണ്ടിങ്ങനെ ഇരിക്കുന്നതാണ്. ഫ്രണ്ട്സ് നീ എന്തെങ്കിലും ചിന്തിക്കുന്നതെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. മാറ്റ് അപ്പോൾ പറയുന്നുണ്ട് സെയിനാണെങ്കിൽ സെക്രട്ടറി ആവുന്നില്ലേ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എനിക്ക് ഇവിടെയുള്ള ആരെയും വിശ്വാസമില്ല, പ്രത്യേകിച്ച് ആ എയ്സിനെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലെന്ന് പറയുമ്പോൾ ആ ഒരു സുപ്രീമേനെ പറ്റിയാണ് നീ പറയുന്നത്, സത്യം പറഞ്ഞാൽ നിനക്ക് ജലസായിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും നിനക്ക് ജലസായിട്ടാണ് ഒന്ന് പോട ചെക്കാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അവനെ കളിയാക്കുന്നുണ്ട്. ആ ടൈമിൽ 2-3 സ്റ്റുഡൻസ് ഇതാണോ പുതിയ സെക്രട്ടറി, ഇത് ഏതാ പെങ്കൊച്ച്, ഇത് പുതിയതായിട്ട് വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ എയ്സിൻ്റെ കൂടെ സെയിനാണെങ്കിൽ അവൾ ആ ഒരു ബാഡ്ജൊക്കെ വെച്ചിട്ട് നടന്നു വരുന്നത് കാണുന്നുണ്ട്. ആ ടൈമിൽ സെയിനിന് ഇപ്പോൾ പവർ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പിള്ളേർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സെയിനാണെങ്കിൽ മാറാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഒരു പിള്ളേർ നിങ്ങളായിരുന്നു പുതിയ സെക്രട്ടറി, ഐ ആം സോറി എന്ന് പറയുമ്പോൾ അവൾ ഷൗട്ട് ചെയ്തിട്ട് മാറാനല്ലേ പറഞ്ഞത് എന്ന് വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പിള്ളേർ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും സെയിനാണെങ്കിൽ അവൾ ഫ്രണ്ട്സ് നിൽക്കുന്നതിൻ്റെ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. എയ്സ് ആ സമയം അവളുടെ അടുത്തേക്ക് വന്നിട്ട് നീ പെട്ടെന്ന് തന്നെ എല്ലാം മനസ്സിലാക്കി എടുക്കുന്നുണ്ടല്ലോ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സെയിനാണെങ്കിൽ ഫ്രണ്ട്സിനോട് ഒന്ന് സംസാരിക്കാൻ നിൽക്കാതെ അങ്ങ് പോയി കഴിയുമ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട് അല്ല അവളെന്താ അവൻ്റെ കൂടെ പോകുന്നത്. അതേസമയം എയ്സിൻ്റെ കൂടെ സെയിൻ പോകുന്ന കാണുമ്പോഴത്തേക്കും മാറ്റാണെങ്കിൽ ജലസ് ആവുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ഫ്രം ഡ്രാമ ഡീകോഡ് ഡയറീസ്.